ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലർക്കും അറിയാത്ത കുറേയധികം ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് കാണിക്കുന്ന ഓരോ ടിപ്സും വളരെ സിമ്പിളും ആൻഡ് ഉപകാരപ്രദവുമാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, ചില സമയത്ത് അതിനൊട്ടും തന്നെ മൂർച്ച ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു പഴയ സ്ക്രബ് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. പുതിയതായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു പഴയ സ്ക്രബാണ് കേട്ടോ. അപ്പോൾ അതിനതാ ഇതുപോലെ കുറച്ച് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിലൂടെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഉരച്ച് കൊടുക്കുക ഇങ്ങനെ. അപ്പോഴേക്കും നമ്മുടെ കത്തി, എത്ര മൂർച്ചയില്ലാത്ത കത്തിയും ഇതുപോലെ വളരെ പെട്ടെന്ന് മൂർച്ച കൂട്ടി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ തക്കാളി, നേരത്തെ നമ്മൾ കുറച്ചധികം പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഒറ്റ വെട്ടിന് ഇതാ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ടിപ്പ്, നമ്മുടെ തക്കാളി ഇതുപോലെ ചിലപ്പോൾ വാടിപ്പോകാം അല്ലെങ്കിൽ കെട്ട് പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒത്തിരി നാൾ നമുക്ക് കേടൊന്നും കൂടാതെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമ്മൾ വീടുകളൊക്കെ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ, അതിൻ്റെ മൊത്ത് വരുന്ന ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് മാത്രം ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒരുപാട് നാളും നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലെ ഉള്ളികളൊക്കെ ഇതുപോലെ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതുപോലെ കുറച്ച് ഫോയിൽ പേപ്പർ ചുരുട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രിഡ്ജിൽ പുറത്ത് വെക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ ഉള്ളി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ടല്ലോ. ഇനി നമ്മൾ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഉള്ളി ഇട്ട് വെച്ചാൽ ഒരു പാത്രത്തിൽ ഇതുപോലെ പേപ്പർ ചുരുട്ടി ഇടാവുന്നതാണ്. ഉള്ളി ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി അടുത്തത്, നമ്മുടെ വീടുകളിലെ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട്, ആ വാട്ടർ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ടാപ്പ് നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇതുപോലെ പിടിച്ച് വെച്ചാൽ ആ വാട്ടർ നമുക്ക് സേവ് ചെയ്യാം. അടുത്തൊരു ടിപ്പ്, നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ മൂങ്ങനെയുള്ളത് പൊളിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ഭാഗം ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റും ഒരു സിസർ വെച്ചിട്ട്. അതിനുശേഷം എന്താ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് അത് ഇളകിപ്പോരും കേട്ടോ. അതിൻ്റെ ഓരോരോ ഇതളായിട്ട് ഇത് ഇളകിപ്പോകാം. വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഓരോ അല്ലികളാക്കിയിട്ട് വേർപെടുത്തിയെടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളി കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ചുരുട്ടി അതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ആ പാത്രത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ചുരുട്ടി ഇടാവുന്നതാണ്. അടുത്തതും ഒരു വെളുത്തുള്ളിയുടെ ടിപ്പ് തന്നെയാണ്. നമുക്ക് വെളുത്തുള്ളിയുടെ തോല് കളയാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ മടിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലി കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. കുറച്ച് സമയത്തേക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ലൈറ്റ് ചൂടുവെള്ളമാണ് കേട്ടോ. 10 മിനിറ്റ് സമയമില്ലാന്നെങ്കിൽ നമുക്കൊരു 2 മിനിറ്റോ 5 മിനിറ്റോ ആയാലും ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്താ ഇതുപോലെ ഒരു പാത്രം ഉണ്ടാവുമല്ലോ, അതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി റിമൂവ് ചെയ്ത് കിട്ടും. ഇതുപോലെ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കല്യാണമോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അത്യാവശ്യം വെളുത്തുള്ളി തോല് കളയണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ നല്ല തൊലികൾ നല്ലപോലെ കുതിർന്നതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഇളകിപ്പോകും കേട്ടോ. ഇനി ഈസി ആയിട്ട് നമുക്കിതിന്ന് വെളുത്തുള്ളി മാത്രമായിട്ട് പൊറുക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ തൊലിയൊക്കെ നല്ല നീറ്റായിട്ട് പോയതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു തുണിയിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അടുത്തൊരു ടിപ്പ്, നമ്മുടെ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ തൊലി ഇനി കളയേണ്ടതില്ല. ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇതുകൊണ്ട്. ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമ്മുടെ ഇതുപോലെ മിക്സിയിലിട്ട് ആ മുട്ടത്തൊലിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക്, ഏത് ടൈപ്പ് ചെടികൾക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളിലെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവിധ ചെടികൾക്കും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതും ഒരു മുട്ടത്തൊലിയുടെ ടിപ്പ് തന്നെയാണ്. മുട്ടത്തൊലി ഇതുപോലെ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അത് നല്ല പോലെ മിക്സിയിലിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫേസിനും ഫേസ് പാക്ക് ഉണ്ടാക്കാനും ഹെയർ പാക്ക് ഉണ്ടാക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മുട്ടത്തൊലി.
അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതിന് കുറച്ച് ടൈം വേണം, അതും ഇതിൽ ഉൾപ്പെടുത്തി ഒത്തിരി ലെങ്ത് ആയിപ്പോവും. ഇനി അടുത്തൊരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സംഭവമാണ് വീടുകളിൽ കാണുന്ന പല്ലി. അപ്പോൾ അതിനെ നമുക്ക് ഏഴയലത്ത് പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വളരെ യൂസ്ഫുൾ ആവും കേട്ടോ, കാരണം നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഡെറ്റോളും ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു മിശ്രിതമാണ്. ഈ ഒരു ലിക്വിഡ് നമ്മൾ പല്ലി സ്ഥിരമായിട്ട് വരാറുള്ള ഭാഗങ്ങളിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല്ലി ഏഴയലത്ത് വരത്തില്ല. എന്താ പറയുക, നമ്മുടെ പല്ലി പമ്പ കിടക്കുന്നെന്ന് നമുക്ക് പറയാം. ഇനി ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം കേട്ടോ. ചില സമയത്ത് ഈ പല്ലികളെ കൊണ്ടുള്ള ഉപദ്രവം ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പല്ലിയുടെ കാഷ്ടമൊക്കെ നമ്മളെ ഭക്ഷണത്തിലൊക്കെ വീഴുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതാ കണ്ടില്ലേ, പല്ലി ഇതാ ഏഴയലത്ത് പോലും വരാത്ത തരത്തിൽ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ടിപ്പ്, നമ്മുടെ വീട്ടിൽ തലേന്നൊക്കെ എന്താ പറയുക, ബാക്കി വന്ന ചോറുണ്ടാവുമല്ലോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത്, അതായത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മുടെ ഗ്യാസൊക്കെ നമുക്ക് നല്ല രീതിക്ക് ലാഭിക്കാൻ പറ്റിയൊരിതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് ചോറുണ്ടാവുമല്ലോ, അതിതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് കുക്കറിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുക്കറിൻ്റെ വിസിൽ ഞാനതാ ഊരി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വിസിലിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ പോകും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു എയർ പുറത്തേക്ക് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ എയർ പുറത്തേക്ക് വരുന്നുണ്ടാവും ഇതിൽ നിന്ന്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മുടെ ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാൻ. അതായത് നമ്മളിപ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്ന ചോറാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും അതൊന്ന് തിളച്ചെടുക്കാനായിട്ട്. ഇത് എന്ന് പറഞ്ഞാൽ വെറും 5 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാനത് എടുത്തിട്ടുണ്ട്. നമ്മളൊരിക്കലും വിസിൽ ഇട്ടുകൊണ്ട് അത് എന്താ പറയുക ചെയ്തെടുക്കാനായിട്ട് നോക്കരുത്. വിസിൽ പ്രത്യേകം ഊരി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറിൽ ഇതാ യാതൊരുവിധ വെള്ളത്തുള്ളികളോ ഒന്നുമില്ല. അപ്പോൾ ഞാനത് പാത്രത്തിലിട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തിളപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ചോറ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, വിസിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കൂമ്പ് വറവ്. ഇത് ശരിയാക്കി എടുക്കുമ്പോൾ, അതായത് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈകളിലൊക്കെ കറ പുരളാറുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ ഇത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ പലരും ഇത് ട്രൈ ചെയ്യാറില്ലല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കൈകളിൽ കറകളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഒട്ടുമിക്കവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. ഇനി നമ്മുടെ കൈകളിൽ തേച്ചതുപോലെ തന്നെ നമ്മുടെ കത്തിയുടെ മേലെയും വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കത്തിക്കോ നമ്മുടെ കൈകളിലോ യാതൊരു വിധത്തിലുള്ള കറയും പറ്റിപ്പിടിക്കത്തില്ല. അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടും ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും വളരെ യൂസ്ഫുൾ ആവുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.